ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ആദ്യമേ തന്നെ നല്ലൊരു ഓണം ആശംസിക്കുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിലും ഓണം ആഘോഷിക്കാനുള്ള സാധനങ്ങളൊക്കെ എത്തിയിട്ടോ. പച്ചക്കറികളൊക്കെ നമ്മൾ വാങ്ങി. ഇവിടെ UK നമുക്ക് പച്ചക്കറികളൊന്നും കിട്ടാനിപ്പോൾ ക്ഷാമമില്ല കേട്ടോ. നമുക്ക് തൊട്ടടുത്ത് തന്നെ ഇന്ത്യൻ ഷോപ്പുകളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാ വിധത്തിലുള്ള പച്ചക്കറികളും കിട്ടിയതേ. നമ്മൾ ഇഞ്ചിക്കറികൾ ഇഞ്ചിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പച്ചനാണിത് ഇവിടെ പച്ചമുളക് അരിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇഞ്ചിക്കറിയൊക്കെ ഇന്ന് ഉണ്ടാക്കി വയ്ക്കാമെന്ന് ഓർത്തു, കുറച്ച് പച്ചടിയൊക്കെ ഇന്ന് ഉണ്ടാക്കി വയ്ക്കാമെന്ന് ഓർത്തു. അപ്പോൾ അതേ നമുക്ക് എന്തൊക്കെ പച്ചക്കറികളൊക്കെ കിട്ടിയെന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ നാട്ടിലെ എല്ലാ വിധത്തിലുള്ള പച്ചക്കറികളും തന്നെ നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒന്നിനും ഒരു കുറവില്ലാണ്ട് നമ്മളെല്ലാം തന്നെ മേടിച്ചിട്ട് കൊണ്ട് കിട്ടിയ എല്ലാ പച്ചക്കറി. അപ്പോൾ അതേ മത്തങ്ങ ഒരു കഷ്ണം മേടിച്ചു, ഒരു ചെറിയ കെട്ട് അച്ചിങ്ങപ്പയർ മേടിച്ചിട്ടുണ്ട്, കുറച്ച് വെണ്ടയ്ക്ക, പിന്നെ 2-3 മുരിങ്ങാക്കോൽ മേടിച്ചു, പിന്നെ ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാനായിട്ട് 2 ചെറിയ ബീട്രൂട്ട് മേടിച്ചിട്ടുണ്ട്. പിന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫുൾ ചേന, ഒരു കുമ്പളങ്ങയുടെ പകുതി കഷ്ണം മേടിച്ചു, പിന്നെ ഒരു വെള്ളിരിക്ക, ചെറിയ വെള്ളിരിക്ക മേടിച്ചിട്ടുണ്ട്, 2 ഏത്തക്കായ മേടിച്ചിട്ടുണ്ട്. പിന്നെയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പാക്കറ്റ് ബീൻസ് ആയിട്ട് നമ്മൾ കടയിൽ നിന്ന് ഇന്ത്യൻ ഷോപ്പിൽ നല്ല മേടിച്ച് നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചാണ്. പിന്നെ നമ്മുടെ അടുത്ത് കുറച്ച് ക്യാരറ്റ് ഇരിക്കേണ്ടായിരുന്നു, നമ്മളത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ വിധത്തിലുള്ള പച്ചക്കറികളും തന്നെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇഞ്ചി ഇവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചേക്കാനായിട്ട് നമുക്ക് ഇഞ്ചിക്കറിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അടുത്ത് ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ പോകണം. അപ്പച്ചൻ്റെ ഇവിടെ ഒരു മാങ്ങയൊക്കെ ചെത്തി കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ, ഇഞ്ചിക്കറിക്കുള്ളതൊക്കെ അരിഞ്ഞ് വെച്ചിട്ട്. അപ്പച്ചൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഓണം ഞങ്ങളുടെ കുഞ്ഞുമോളുടെ ആദ്യത്തെ ഓണമാണ് ഞങ്ങളുടെ മോളുടെ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ കാര്യമായിട്ട് തന്നെ ഇത്തവണ ഓണത്തിന് എല്ലാം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ തന്നെയാട്ടോ ഓണത്തിൻ്റെ വിഭവങ്ങളൊക്കെ റെഡിയാക്കുന്നത്. കാരണം അമ്മച്ചി കുഞ്ഞാവനെ നോക്കിയിരിക്കുന്നു, അപ്പച്ചനെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നു, ചേട്ടനെല്ലാം മേടിച്ചു കൊണ്ട് തന്നു. അപ്പോൾ നമ്മളെല്ലാം ഉണ്ടാക്കും. ചേട്ടനെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് കിടന്ന് ഉറങ്ങും കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ഇഞ്ചിക്കറി ഇതിവിടെ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത പരിപാടി ബീട്രൂട്ട് പച്ചടിക്കുള്ള സാധനങ്ങളൊക്കെ അതേ അപ്പച്ച അവിടെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ബീട്രൂട്ടൊക്കെ ഇങ്ങനെ ചിരണ്ടി എടുക്കുന്നുണ്ട്, ഇങ്ങനെ ചീകി എടുക്കുന്നുണ്ട്. അതേ നമ്മൾ ബീട്രൂട്ടൊക്കെ അതേ അടപ്പത്തേക്ക് വെച്ചു വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തിരി ഉപ്പൊക്കെ ഇട്ട് നമ്മൾ വേവിക്കുന്നതാണ് കേട്ടോ. അതിൽ തേങ്ങയും കുറച്ച് പച്ചമുളകും ഇത്തിരി ജീരകവും കടുകും എല്ലാം കൂടെ നമ്മൾ അരച്ച് ഇതിലേക്ക് ഒഴിക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ തേങ്ങയും ബീട്രൂട്ട് എല്ലാം കൂടെ നല്ല കറക്റ്റായിട്ട് പാകത്തിന് വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് നല്ല കട്ട തൈര് നന്നായിട്ട് ഉടച്ചെടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് അതൊന്ന് കടുക്, വറ്റലമുളകും കടുകും കറിവേപ്പിലൊക്കെ കൂടെ താളിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബീട്രൂട്ട് പച്ചടി റെഡിയാവും കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഇത്തിരി പച്ചടിയും ഇഞ്ചിക്കറിയും പിന്നെ പൈനാപ്പിൾ ചേട്ടൻ വൈകുന്നേരം മേടിച്ചു കൊണ്ടിട്ട് വേണം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ മോന് സ്കൂളിൽ വിട്ടേക്കാണ്. മോൻ വന്നു കഴിയുമ്പോൾ വഴി അവർ വരുമ്പോൾ തിരിച്ചു വരുമ്പം ഒരു പൈനാപ്പിൾ മേടിച്ചു കൊണ്ടുവരും. അപ്പോൾ നമ്മളതിന് പൈനാപ്പിൾ വെച്ചിട്ടുള്ള മധുരക്കറി ഉണ്ടാക്കും. അപ്പോൾ നമ്മുടെ തലേദിവസത്തെ ഓണത്തിനുള്ള തലേദിവസത്തെ കറികളൊക്കെ ഇന്ന് തന്നെ നമ്മൾ ഉണ്ടാക്കി വെക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഓണം നമ്മൾ കുഞ്ഞാവിടെ ആയത്തെ ഓണമായതുകൊണ്ട് അടിച്ചു പൊളിച്ച് ആഘോഷിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ തിരുവോണാശംസകൾ.